ഇപ്പോൾ പ്രശസ്ത ഡോക്ടർ രാജീവ് ജയദേവൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ രാജീവ്, ഇപ്പോൾ മങ്കി പോക്സ് രാജ്യത്ത് ആദ്യമായി സ്ഥിരീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇക്കാര്യം സ്ഥിരീകരിച്ച ആരോഗ്യ മന്ത്രാലയം വാർത്താക്കുറിപ്പ് പുറത്തിറക്കുന്നു. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മങ്കി പോക്സ് വ്യാപനം സ്ഥിരീകരിച്ചിട്ടുള്ള രാജ്യത്ത് നിന്ന് ഈ യുവാവ് ഇന്ത്യയിലെത്തി ലക്ഷണങ്ങൾ കണ്ടയുടനെ ഐസൊലേഷനിലാക്കുന്നൊരു സാഹചര്യമുണ്ടായി. നമ്മൾ ഈ സാഹചര്യത്തെ ഭയപ്പെടണോ? വളരെ കൃത്യതയോടുകൂടിയാണ് രാജ്യം ഈ പോക്സ് എന്ന് വിളിക്കുന്ന മങ്കി പോക്സിനെ നേരിട്ടിട്ടുള്ളത്. നമ്മുടെ പ്രേക്ഷകർക്കായി രണ്ട് കാര്യങ്ങൾ ആദ്യമേ പറയുകയാണ്. ഒന്ന്, മങ്കി പോക്സ് അല്ലെങ്കിൽ പോക്സ് എന്നുള്ള രോഗം കോവിഡ് പോലെ അതിവേഗം പകരുന്ന രോഗമല്ല. അതുകൊണ്ട് പരിഭ്രാന്തിക്ക് യാതൊരു കാരണവുമില്ല. ആദ്യത്തേത്. രണ്ടാമത്തേത്, ഇപ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തി എന്ന് പറയുന്നത് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയ വകഭേദമല്ല. ഇത് 2022 മുതൽ ലോകമെമ്പാടും സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേകതരം മങ്കി പോക്സിന്റെ ഒരു സ്ട്രെയിനാണ്. അതിന് ക്ലേഡ് 2 എന്നാണ് പറയുന്നത്. ശാഖ 2, രണ്ടാം ശാഖ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ ഇപ്പോൾ ലോകാരോഗ്യ സംഘടന കഴിഞ്ഞ മാസം ഒരു പബ്ലിക് ഹെൽത്ത് എമർജൻസി പറഞ്ഞത് ആഫ്രിക്കയിൽ നിന്നും പുതിയ ഒരു വകഭേദം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ക്ലേഡ് 1B എന്നാണ് അതിന്റെ പേര്. അതിന് അല്പം കൂടി സിവിയറിറ്റി, തീവ്രത കൂടുതലുള്ളതും അതുപോലെ തന്നെ വ്യാപിക്കാൻ അല്പം കൂടി കഴിവുള്ളതുമായ ഒരു വൈറസാണ്. അത് ഇതുവരെ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് ആശാവഹം തന്നെയാണ്. ഇപ്പോൾ കണ്ടെത്തിയത് മുൻകാലങ്ങളിൽ കണ്ടുവന്നിരുന്ന, പ്രത്യേകിച്ചും മറ്റ് രാജ്യങ്ങൾ വഴി സഞ്ചരിച്ച് ഇവിടെ എത്തുന്നവരിലാണ് ഈ രോഗം കണ്ടെത്തിയിട്ടുള്ളത്. ഈ വ്യക്തികൾ മറ്റു രാജ്യങ്ങളിൽ വെച്ച് ഈ രോഗബാധ അവർക്കുണ്ടാവുകയും അവർ ഇന്ത്യയിൽ വരുമ്പോൾ നമ്മളത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഇന്ത്യയിൽ ഈ രോഗം അങ്ങനെ വ്യാപിച്ചതായിട്ട് ഇന്നേ വരെ ഒരു റിപ്പോർട്ടില്ല. ഡോക്ടർ രാജീവ്, അങ്ങയുടെ അന്വേഷണത്തിൽ ഈ പറയുന്ന വ്യക്തിക്ക് മറ്റാളുകളുമായി സമ്പർക്കം ഉണ്ടായിട്ടുണ്ടോ? ഇനി സമ്പർക്ക പട്ടികയൊക്കെ തേടി പോകേണ്ട ഒരു സാഹചര്യമുണ്ടോ? നിലവിൽ ആരോഗ്യ വൃത്തങ്ങളിൽ നിന്നും, ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നൊക്കെ, ഡോക്ടർമാരുടെ സംഘടനയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചന എന്താണ്? ഇങ്ങനെ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, അതായത് മങ്കി പോക്സിന്റെ പോക്സിന്റെ ലക്ഷണമുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് അത് വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. അതായത് ഒരു വ്യക്തിയിൽ നിന്നും മറ്റുള്ളവരിലേക്ക് താൽക്കാലികമായിട്ട് പകരാനുള്ള അവസ്ഥ, ആ ഒരു സാഹചര്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐസൊലേറ്റ് ചെയ്യുകയും ഈ വ്യക്തിയുടെ സ്രവങ്ങൾ പരിശോധനയ്ക്ക് അയച്ച് ഇത് വാസ്തവത്തിൽ പോക്സ് തന്നെയാണോ അതോ ചിക്കൻ പോക്സോ അതുപോലെ ഏകദേശം ഒരുപോലെ തോന്നുന്ന രണ്ട് രോഗങ്ങൾ തന്നെയാണ്. ഈ ചിക്കൻ പോക്സ് പോലെ തന്നെ ആയിരിക്കും ഇതിന്റെ ചർമ്മത്തിലുള്ള ഈ കുരുക്കൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ ചിക്കൻ പോക്സ് ആണെന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. മറ്റു പല രോഗങ്ങളുമാണെന്ന് തോന്നിയെന്നിരിക്കാം. അതുകൊണ്ട് ആദ്യം രോഗം സ്ഥിരീകരിക്കുന്ന സമയത്ത് തന്നെ ഈ വ്യക്തിയെ ഐസൊലേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ വ്യക്തിയുമായി കോണ്ടാക്ട് വന്നിട്ടുള്ള, അതായത് രോഗം വരുന്നതിന് മുമ്പ് എവിടെ നിന്നാണോ ഈ രോഗം വന്നത് അത് കണ്ടെത്തുക. ഇനി അതിനുശേഷം രോഗബാധ വന്നതിന് ശേഷം ഈ വ്യക്തി ആരുമായിട്ടെല്ലാം സമ്പർക്കം ഉണ്ടായിട്ടുണ്ട് എന്ന് അന്വേഷിക്കുകയും അവരിൽ എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഇത് കോവിഡ് പോലെ ഒരു മുറിയിൽ ഒരുമിച്ച് ഇരുന്നുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടോ ഒന്നും ഇവർക്ക് ഇങ്ങനെ ഈ മങ്കി പോക്സ് വരില്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപ്പറ്റി ട്വിറ്ററിൽ എഴുതിയിരുന്നു. അതായത് ഈ പറയുന്ന മങ്കി പോക്സ് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്ത, അതേപ്പറ്റി ഒരു സ്റ്റഡി വന്നിരുന്നു. അതായത് വിമാനത്തിൽ യാത്ര ചെയ്ത ആയിരക്കണക്കിന് വ്യക്തികൾ, ഇവരോടൊപ്പം യാത്ര ചെയ്തിരുന്ന ആയിരക്കണക്കിന് വ്യക്തികളെ പരിശോധിച്ചതിലും ആർക്കും തന്നെ ഇത് വന്നിട്ടില്ല എന്നുള്ളത് വളരെ നല്ല ഒരു ന്യൂസാണ്. അതുകൊണ്ട് തന്നെ വളരെ അടുത്ത സമ്പർക്കം മൂലം, ശാരീരിക സമ്പർക്കം മൂലമാണ് ഈ രോഗം പകരുന്നത്. അതുകൊണ്ട് പരിഭ്രാന്തിക്ക് യാതൊരു കാരണവുമില്ല. ഒരു സംശയം കൂടി ഡോക്ടർ, ഈ ക്ലേഡ് 1B ആണല്ലോ ഇപ്പോൾ ആഫ്രിക്കയിൽ ഒരു പുതിയ വകഭേദമായി പറയുന്നത്. ക്ലേഡ് 1B ആണല്ലോ. ഈ ക്ലേഡ് 1Bയുടെ ഒരു പരിശോധന നമ്മുടെ രാജ്യത്ത് നടത്തിയിട്ടുണ്ടാകില്ലേ ഈ സാഹചര്യത്തിൽ? ക്ലേഡ് 1B ഇല്ല എന്ന് അവർ പരിശോധിച്ചതിന് ശേഷം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ക്ലേഡ് 2 ആണ് എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് പരിശോധനയിൽ തെളിഞ്ഞത്. ഇത് 2022 മുതൽ നേരത്തെ പറഞ്ഞ പോലെ പല രാജ്യങ്ങളിലും കണ്ടെത്തി വരുന്ന, വളരെ അപൂർവമായി മാത്രം കണ്ടെത്തി വരുന്ന ഒരു രോഗമാണ്. ഇന്ത്യയിൽ തന്നെ ഇതുവരെ ഈ 30 രോഗികൾ മാത്രമേ ഇതേവരെ ഉണ്ടായിട്ടുള്ളൂ. അവരെല്ലാവരും തന്നെ പുറത്തു നിന്ന് വന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള ഒരു രോഗമായി ഇതിനെ കാണേണ്ടതില്ല. ഓക്കെ, വളരെയധികം നന്ദി ഡോക്ടർ രാജീവ് ജയദേവൻ.